അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നിട്ട് കാര്യമുണ്ടോ? ഇസ്ലാം പൊളിച്ചിട്ട് വേറെ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് കാര്യമുണ്ടോ? ഇപ്പം നമ്മൾ ഈ മാലക്ക് ഒഴിവാക്കിയാൽ ഞങ്ങൾ സുന്നിയാവാന്നൊരു വഹാബി പറഞ്ഞാൽ ഓ സുന്നി ആകണ്ട, അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം മടവൂര് ശൈഖുനാന്റെ കറാമത്ത് പറഞ്ഞാൽ ഞാൻ സുന്നിയിലില്ല, ഈ വേണ്ട ഞങ്ങൾ പറഞ്ഞോളാം, ഇതല്ലേ ഇപ്പം അതിൻ്റെ അർത്ഥമുള്ളൂ. ഇവർ പറഞ്ഞ് അതും പറഞ്ഞു. വഹാബികൾക്കും അതുപോലെ തന്നെ ട്രോളന്മാർക്കും അവസരം നൽകുന്ന ഒരു സംഭവവും പറയാൻ പാടില്ല. ഇപ്പൊ അതിന് പ്രസക്തിയുണ്ട്. ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കല്ലേ മിനിയാന്നത്തെ പ്രസ്താവന. തിരികേശം നീളുന്നാ പറഞ്ഞേ, 1/2 സെന്റിമീറ്റർ നീണ്ടു എന്നാ പറഞ്ഞേ. ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കിന് അതിൻ്റെതായ മഹത്വം പവറൊക്കെ ഉണ്ട്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ പറയുന്ന ടീം അവരേത് വാദക്കാരാണ് എന്നത് അവർ മറന്നുപോയി. നമ്മൾ മഹാനരായ ശൈഖുൽ മശായിഖ് മടവൂര് ശൈഖുനയുടെ മദ്ഹ് പറഞ്ഞപ്പോൾ, കറാമത്ത് പറഞ്ഞപ്പോൾ ഇവിടെ പണ്ഡിത സമ്മേളനം തന്നെ നടത്തിയവർ, എല്ലാ ജില്ലയിലും പണ്ഡിത സമ്മേളനത്തിൽ കൃത്യമായി അവർ അവതരിപ്പിച്ചത് കറാമത്ത് പറയുമ്പോൾ ബുദ്ധിക്ക് യോജിച്ചതേ പറയാവൂ എന്നായിരുന്നു. ആരെ ബുദ്ധിക്ക്? എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? ഏതാനും ചില വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം. വെച്ചു കൊടുക്ക് പറയട്ടെ. പള്ളിയിൽ വെച്ച് പ്രസംഗിക്കുന്നത് കണ്ടപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഓരോരുത്തരുടെയും പ്രസംഗം നിർത്തിച്ചു. കാരണം എന്താണ്? പലരും കുളൂസ് പറയാണ്. സുബ്ഹാനല്ലാഹ്, ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ കുളൂസ് പറയുന്ന കുറെ ആൾക്കാരില്ലേ? പറയുന്നതിന് തെളിവ് കാണുന്നില്ല. പറഞ്ഞതുകൊണ്ട് ജനങ്ങളെ ഈമാനിന് കേടുവരുവോ ഇല്ലേ എന്നുള്ള ചിന്തയില്ല. എന്തെല്ലാമോ വിളിച്ചു പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, വളർത്തുന്നത് യുക്തിവാദിയെയാണ്, വളർത്തുന്നത് മുജാഹിദിനെയാണ്, ജമാഅത്തെ ഇസ്ലാമിയെയാണ്. തെളിവില്ലാതെ എന്തെല്ലാമോ കറാമത്തുകൾ വിളിച്ചു പറയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത വലിയനെ കുറിച്ച് നേരിൽ കണ്ടതുപോലെ പറയുകയാണ്. അള്ളാഹുവിനെ ഭയമില്ലാത്തവർക്ക് എന്തും ആകാമല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകാൻ പറ്റൂല. ഹസനുൽ ബസരി തങ്ങളുടെ പ്രസംഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകാൻ പറ്റൂല. അതായത് സോഷ്യൽ മീഡിയ കാലമാണ്. ഈ കാലഘട്ടത്തിൽ കറാമത്തും അതുപോലെ ജനങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്തതും പറഞ്ഞു പോയാൽ എന്താ സംഭവിക്കുക? യുക്തിവാദികളും മുജാഹിദുകളും വളരും. അതുകൊണ്ട് ഞമ്മക്ക് അങ്ങനെ ആകാൻ പറ്റൂല എന്നാണ്. അതന്നെയാണ് ഞങ്ങളെ പിടുത്തം. ഒന്നാമത്തെ പിടുത്തം ഇവിടെയാണ്. നിങ്ങൾക്ക് മഹാനരായ ശൈഖുൽ മശായിഖ് തങ്ങളുടെ ശാപം കിട്ടിപ്പോയ അത് അത് വെറൊരു പ്രസംഗത്തിൽ ഒതുങ്ങിയില്ല. നിങ്ങൾ നോക്ക്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നിട്ട് അതിൻ്റെ പേരേ ഉള്ളൂ കേട്ടോ, സാധനം അതല്ല. എന്നിട്ട് അവര് പണ്ഡിത സഭയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ നോട്ടായത് എല്ലാ ജില്ലയിലും പണ്ഡിത സമ്മേളനങ്ങൾ തന്നെ നടത്തി. ആ സമ്മേളനങ്ങൾ നടത്തിയപ്പോൾ പണ്ഡിതന്മാർക്ക് വിതരണം ചെയ്ത നോട്ടാണിത്. ഇതിൻ്റെ 5-ാമത്തെ പേജിൽ കാണാം, വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കരുത്. ഈ ഒറ്റ വരിയാണ് ഞാൻ മുന്നിൽ വെക്കുന്നത്. ഫസ്റ്റ് ഇതിൽ പറഞ്ഞ കാര്യം, ഇത് ഏതെങ്കിലും ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാഖയിൽ എന്തോ പറഞ്ഞു പോയതല്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പണ്ഡിത സമ്മേളനം നടത്തി, നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ലൈവ് പോലും ഇല്ലാതെ നടത്തിയിട്ട് കറാമത്ത് ഉള്ളതാണെങ്കിൽ പോലും പറയരുത് എന്നാണ്. ഇതിൻ്റെ മലപ്പുറം ജില്ലയുടെ പരിപാടി മഅ്ദിനിൽ മലപ്പുറത്ത് നടന്നപ്പോൾ അതിൻ്റെ സാരഥി കൂടിയായ തങ്ങൾ അത് പറയുന്നുണ്ട്, ഉള്ളതാണെങ്കിലും പറയാൻ പാടില്ല എന്നാണ്. വെച്ചോടുക്ക്. വിള്ളലും ഉണ്ടാകാത്ത രൂപത്തിലാണ് ഇവിടെ പലരുടെയും പ്രഭാഷണങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന് ദോഷകരമാകുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ വളരാൻ ഹേതുവാകുന്ന പല കറാമത്തുകൾ പറച്ചിട്ടുണ്ട്. കറാമത്തുകൾ ഉള്ളത് 100% ഉറപ്പാണെങ്കിൽ തന്നെയും അത് പറയണമോ പറയേണ്ടതില്ലയോ, എപ്പോഴാണ് പറയേണ്ടത്, ഇത്യാദി വിഷയങ്ങളെല്ലാം സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമായുടെ സെക്രട്ടറി പറഞ്ഞിരുന്നാ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, 100% ഉള്ളതന്നെ. ഇപ്പൊ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവങ്ങൾ ഇങ്ങനെ പോലെ മരങ്ങൾ
വിളിച്ചപ്പോൾ മരങ്ങൾ ഓടി വരികയാണ്. ആരെ സമീപത്തേക്ക്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കറാമത്ത് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത സംഭവമല്ലേ? ഹാരിക്കുല്ലിൽ ആദാന്ന പറയൽ തന്നെ അസാധാരണ സംഭവം. ഇപ്പോൾ ഒരു ഉടുമ്പിനേറ്റൊരു അയറാബി ഇങ്ങനെ വരികയാണ്. മൂപ്പര് പറയാണ്, എൻ്റെ കയ്യിലുള്ള ഈ ഉടുമ്പ് സംസാരിച്ചാൽ ഞാൻ മുസ്ലിമാകാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുമ്പിനോട് ചോദിച്ചു. ഉടുമ്പ് മനസ്സിലല്ല, ഉറുമ്പല്ല, ഉടുമ്പ്. ഉടുമ്പിനോട് ചോദിക്കുകയാണ്, മൻ അന, ഞാൻ ആരാണ്? അൻത മുഹമ്മദുർ റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ചെന്നായ സംസാരിക്കുകയാണ്, പശു സംസാരിക്കുകയാണ്, ആട് വന്ന് വണങ്ങുകയാണ്. ആരെ? മുത്തു റസൂൽ. ഒട്ടകം വന്ന് പരാതി പറയാണ്. മൂട്ടുകാട്ടിയ ഒട്ടകം ഭയങ്കര സംഭവമല്ലേ ഹദീസിൽ? എല്ലാരും കുത്തിമറിച്ച് ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. ഒട്ടകത്തിന്റെ മുതലാളി വന്നിട്ട് മുത്തു റസൂലിനോട് പറയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ ഒട്ടകം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാണ്, ആരെയും അനുസരിക്കുന്നില്ല, വലിയ പ്രശ്നമാണ്. നേരെ വന്നു മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒട്ടകമുള്ള തോട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വഹാബികൾ പറയുന്നുണ്ട്, റസൂലേ അത് പ്രശ്നമാണ് കേട്ടോ, ഒട്ടകം പ്രശ്നത്തിലാണ്, നിങ്ങൾ അങ്ങോട്ട് പോകല്ലിട്ടോ. ഹബീബായ തങ്ങളെ കേട്ടതുപോലുമില്ല. കാരണം ആ ഒട്ടകത്തിനും അറിയാം ഈ വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ ചെന്നു, ഒട്ടകം വണങ്ങി നിന്നു, സുജൂദ് ചെയ്യുകയാണ്. ചോദിച്ചു, എന്താ പ്രശ്നം? പ്രശ്നം കേട്ടു, പരിഹരിച്ചു. ഒട്ടകം അനുസരിക്കാൻ തുടങ്ങി. ഇതൊക്കെ അത് പറയാൻ വേണ്ടി മാത്രം ഇമാം ബൈഹഖി ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്, ദലായിലുൻ നുബുവ. ഇമാം ബൈഹഖിയുടെ വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ്. ഹെഡിങ് ഇട്ട് ഓരോന്നോരോന്നോരോന്ന് പറയുന്നുണ്ട്. മനുഷ്യർ മാത്രല്ല, നിർജീവ വസ്തുക്കൾ വരെ അഭയം തേടിപ്പോകുന്ന ഹദറത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുക്തിവാദിക്ക് അന്ന് എങ്ങനെ ഇത് പിടുത്തം കിട്ടുമോ? അതുകൊണ്ട് നമ്മളിത് പറയാതിരിക്കുക. വഹാബിക്ക് പിടുത്തം കിട്ടുമോ? എന്നിട്ട് ഉള്ള കറാമത്താണെങ്കിൽ പോലും പറയരുത്. അവിടെ പറഞ്ഞ കാര്യം ഓരോന്നും എണ്ണിക്കോ. ബുദ്ധിക്ക്, വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നത് 1, സംശയങ്ങൾ ജനിപ്പിക്കുന്നത് 2, സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തത് 3, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ എത്രയായി? 4 നിബന്ധന അതിൽ തന്നെ ഉണ്ട്. ഇങ്ങനെയുള്ളത് സംസാരിക്കാൻ പാടില്ല എന്നാണ്. സമസ്ത എപി സമസ്തയുടെ പണ്ഡിത സമ്മേളനത്തിൽ വിതരണം ചെയ്ത നോട്ടാണിത്. ഇതെനിപ്പോ ഞാൻ വായിച്ചു സൂയിപ്പാണ്ട, മൂപ്പരനാണ് വായിച്ചോട്ടെ, വായിപ്പിക്കൊന്നു. മലയാളത്തിൽ കുറച്ച് കാര്യം എഴുതിയിട്ടുണ്ട്. വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കുന്നത്. പ്രബോധകന്മാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർ ചോദിക്കും, ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയും, അല്ലന്നുണ്ട് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത യുക്തിവാദിയില്ലേ? യുക്തിവാദിന്റെ കഥ ഒന്ന് വെടക്കാകാൻ അതിനൊന്നും ബാക്കിയില്ല. അതേസമയം നല്ല വെടക്കായ്പ നമ്മൾ നോക്കണ്ടോ? നല്ലൊരു സാധനം വെടക്കായി പോകാൻ കാരണമാണ്. അപ്പൊ ഇത് ബുദ്ധിക്ക് യോജിക്കാത്തതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും ഇതൊന്നും പറയാൻ പാടില്ല എന്നു പറഞ്ഞു പണ്ഡിത സമ്മേളനം നടത്തി. എല്ലാ ജില്ലകളിലും നടത്തിയെന്ന് മാത്രമല്ല, ആ 1-2 വർഷക്കാലം ഇത് തന്നെ പറഞ്ഞു ഇവരുടെ നേതാക്കന്മാർ എല്ലാരോടും പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ടീമത കഴിഞ്ഞ ദിവസം പറയുന്നു, ഞങ്ങളെ സമീപത്തുള്ള കേശം 1/2 സെന്റിമീറ്റർ വളർന്നു എന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് ഈ ചോദ്യമാണ് ആദ്യം അവരോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ പറഞ്ഞതൊക്കെ ബാത്തിലായോ? ഇതിപ്പോ അത് വായിച്ചു നോക്കി. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റിയതാണോ അത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ട്രോളന്മാർ ട്രോളൂലല്ലോ. സോഷ്യൽ മീഡിയ മുഴുവനും ട്രോളല്ലേ ഉള്ളൂ. അപ്പോൾ വഹാബികളും യുക്തിവാദികളും ട്രോളുന്നുണ്ട്. സോഷ്യൽ മീഡിയ കാലമാണ്. ബുദ്ധിക്ക് ഉൾക്കൊള്ളാന്ന് പറഞ്ഞാൽ പ്രയാസാന്ന് എല്ലാവരും ഓല ബുദ്ധിക്കായി പറയണ്. അതല്ലേ ഇപ്പം ഇതിൽ പറഞ്ഞേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓൽ ചോദിക്കാണ്, 1500 കൊല്ലം വളർന്നാൽ പിന്നെ എത്ര ഉണ്ടാകണം? യുക്തിവാദികൾ ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന് അവസരം കൊടുത്തതാരാ?
പിന്നെ രണ്ടാമത് പറയുന്ന ഏതാ? ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നത്. ഉറപ്പല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അത് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നത് മാത്രല്ല, സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. മൊത്തം സംശയമായില്ലപ്പോ. ഇനി സംശയത്തിന് ഇടം പോണ്ടിണ്ടോ? മൊത്തം സംശയമായി. സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തത്. എങ്ങനെ തെളിയിക്കും? നിങ്ങൾ എങ്ങനെ തെളിയിക്കും? തെളിയിക്കണമെങ്കിൽ ആദ്യം മുതലേ എന്ത് ചെയ്യണം? അങ്ങനെ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഏതോ വർഷം ആദ്യം കാണുമ്പോൾ തന്നെ അതിന്റെ സെന്റിമീറ്റർ അളന്ന് വെക്കണം, എന്നിട്ട് രേഖപ്പെടുത്തി വീഡിയോ എടുത്ത് സ്കെയിൽ റെഡിയാക്കി വെക്കും. എന്നാലല്ലേ ഇപ്പൊ അത് വളർന്നു എന്ന് പറയാൻ പറ്റൂ. അപ്പൊ ഒരിക്കലും എന്ത് തെളിയിക്കാൻ കഴിയില്ല, സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയില്ല. പിന്നെ ആരോ പറഞ്ഞെടുത്ത് മൂപ്പര നോക്കിയിട്ട് അന്ന് നോക്കിയതേക്കാനും, ഏത് ഫസ്റ്റ് കിട്ടിയ അന്ന് നോക്കിയത്, പിന്നെ അങ്ങോട്ട് നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പൊ ആരോ പറഞ്ഞു കൊടുത്ത കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തത്, പ്രയാസപ്പെടുത്തുന്നത്, ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും അതിലുണ്ട്. ഇത് ഫുൾ അതിലുണ്ട്. പിന്നെ എന്തിനാ ഞങ്ങൾ പറഞ്ഞത്? അതപ്പോ ഞങ്ങൾക്ക് പിടുത്തം കിട്ടാത്തത്. ബുദ്ധിക്ക് യോജിക്കാത്തത് പറയാൻ പാടില്ല എന്ന് ഞങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്തിയ ഈ AP സമസ്തയോട് ഞാൻ ചോദിക്കുകയാണ്, ഇതെങ്ങനെ നിങ്ങൾ പറഞ്ഞു? അതാണ് ഓൾക്ക് തന്നെ അറിയില്ലല്ലോ എങ്ങനെ പറഞ്ഞു. ചിലതൊക്കെ നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് ഞങ്ങളാ തീരുമാനിക്കാതെ ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാകുക. പക്ഷേ അതിനെ ന്യായീകരിക്കലിനി നിങ്ങൾക്ക് ബാധ്യതയായി. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞങ്ങളെ ചോദ്യമാണ്. ചോദ്യത്തിൻ്റെ മുന്നിൽ ഞാൻ പിന്നെയും അതിൽ ഇടപെടണ്ടെന്നാണ് കരുതിയിട്ട്. അതിലിടപെടണ്ട. പ്രത്യേകിച്ച് നമ്മൾ അതിൽ എന്തിനിടപെടണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ഭയങ്കര ഫോണുകളാണ്, അതുപോലെ ഭയങ്കര ഭീഷണികളാണ്. ഇങ്ങനെ നിങ്ങളതിൽ ഇടപെടാൻ ചിലർ പറയുന്നുണ്ട്, പണ്ട് പറഞ്ഞതുപോലെ ഇടപെട്ട് സ്ഥിരപ്പെടുത്തണം. അങ്ങനെ ആഗ്രഹമുണ്ട് ചിലവർക്ക്. പിന്നെ ചിലരെ ആഗ്രഹം അതങ്ങനെ പറഞ്ഞാൽ എന്താക്കൂ, അതാക്കൂ, ഇതാക്കും. അപ്പം പിന്നെ നമ്മളും കരുതി എന്നാവെന്ന് പറഞ്ഞേക്കുക എന്ന്. കാരണം എന്താ? ഈ വിഷയം നേരത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ നടത്തിയ നിങ്ങളുടെ ആ പ്രസംഗം നിങ്ങൾ തന്നെ ഇറക്കിയ ജംഇയ്യത്തുൽ ഉലമയുടെ ആ നോട്ടിൽ പറഞ്ഞ 5 നിബന്ധനകൾക്കും ഘടകവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് വലിയ, ഒന്നുകിൽ ഇത് ബാത്തിലാണ്, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ബാത്തിലാണ്. രണ്ടും കൂടി സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. ഇതൊക്കെ നിങ്ങൾ ചെയ്തതിനുള്ള ഫലം കിട്ടിയതാണ്. നിങ്ങൾ നോക്ക്, അള്ളാഹിന്റെ റസൂലിന് അവശനായ വാപ്പയെ പോലെ ഉപമിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിവില്ലെന്ന് പറഞ്ഞു. സുന്നത്ത് ജമാഅത്ത് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇവിടെ വന്ന് ഫൈസൽ മൗലവി 4 മണിക്കൂർ വഅ്ളറിഞ്ഞു. അങ്ങനെയുള്ള ഒരുപാട് മൗലവിമാർ ആയിരക്കണക്കിന് സ്ഥലത്ത് വഅ്ള് പറഞ്ഞു. അതിൻ്റെ ഒക്കെ മേലെയാണ് തലേകെട്ട് കെട്ടി വന്ന് ബദരീങ്ങൾക്ക് കഴിവില്ല, മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവശനായ വാപ്പയാണ്, വാപ്പയെ പോലെയാണ് എന്നൊക്കെ പറയുന്നത്. ഈ മൗലവിമാർ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ നടത്തുന്നതിൻ്റെയും മേലെയാണ്. എത്ര അബദ്ധാണ് ഈ ചെയ്യുന്ന പാവപ്പെട്ട പ്രവർത്തകരെ. നിങ്ങൾ നന്നായി ചിന്തിച്ചോളി. നാളെ ഖബറിൽ ആരെ ഉണ്ടാവുള്ളൂ? മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുപോലെയുള്ള അമ്പിയാ വലിയാക്കന്മാരെ നമുക്കുണ്ടാവും. അവരുണ്ടെങ്കിലേ അള്ളാഹിന്റെ പൊരുത്തുള്ളൂ. ഇതിലൊന്നും വിശ്വസിച്ച് കുടുങ്ങാൻ പോകണ്ട. നിങ്ങൾ പ്രചരിപ്പിച്ചതിനോട് തന്നെ ഇതൊക്കെയും എതിരാണ്. ആദ്യത്തെ പോയിന്റ്. ഇനി ഇന്നലത്തെ ആ പ്രസ്താവന എന്ന് വെച്ചുകൊടുക്ക്. എതിരല്ലേന്ന് നമുക്കൊന്ന് നോക്കാം. പറയട്ടെ. ജനങ്ങൾക്ക് തിരിയാത്ത, ജനങ്ങളുടെ പറയാൻ പറ്റാത്ത പല കറാമത്തുകളും അങ്ങോട്ട് പറഞ്ഞോളൂ. ഇതൊക്കെ വലിയ കറാമത്തായിട്ട് പറയും. അതെല്ലാം കറാമത്തായിക്കൊള്ളുന്നില്ല. അവിടെ ഹോട്ടലിൽ കയറി ചായ കൊടുത്ത് പൈസ കൊടുത്തില്ല. ഇതൊക്കെ ചില മനുഷ്യന്മാർ കറാമത്തായിട്ട് എണ്ണി പറയുന്നതിൽ പെട്ടതാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. ആ ഹോട്ടൽക്കാരൻ വേറെ ഉണ്ടോ അവകാശികൾക്ക് കൊടുക്കാതെ കൊണ്ടുവന്നതായിരിക്കാം. അതുകൊണ്ട് ആ കാശ് അവകാശികൾക്ക് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടൊക്കെ ആവാം. പക്ഷെ നമുക്കതറിയില്ലല്ലോ. അതുകൊണ്ട് അറിയാത്ത ജനങ്ങളോട് അവിടെ ചായ പിടിക്കാൻ കയറി എന്നിട്ട് പൈസ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കറാമത്തായിട്ട് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊന്നുമില്ല. ഇങ്ങനത്തെ വലിയ കറാമത്തുകൾ അപ്പോ കറാമത്ത് പറയുന്ന അന്ന്
ഇദ്ദേഹം അത് തിരുത്തി കൊടുക്കേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ. ചെറിയ ആളുകൾ, ഇപ്പൊ പേരോടനെ പോലെ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ആളുകൾ കറാമത്ത് ബുദ്ധിക്ക് യോജിക്കുന്നതേ പറയാവുന്നൊരു വാദം കൊണ്ടുവന്നപ്പോ ഇദ്ദേഹം അത് തിരുത്തേണ്ടതായിരുന്നു. അങ്ങനെയല്ല, മൊയ്ജിസത്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് ബുദ്ധിക്ക് യോജിക്കുന്നത് എന്ന സംഭവയിലില്ല. അല്ലാഹ് സ്പെഷ്യൽ കൊടുക്കുന്നതാണ്. അങ്ങനെയായിരുന്നു വിശദീകരിച്ച് കൊടുക്കേണ്ടത്. അതിന് പകരം കണ്ടോ, അതിനെ സപ്പോർട്ട് ചെയ്യാണല്ലോ ചെയ്യണം. സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ പറഞ്ഞേ ബുദ്ധിക്ക് യോജിക്കാത്തത്, ഹോട്ടലിൽ കയറിയിട്ട് പൈസ കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ ഒന്നും പറയരുത്. അതുപോലെ തന്നെ പറഞ്ഞു, നമ്മൾ പറഞ്ഞതല്ലത്, ഒക്കെ ഓരോ ആൾക്കാർ തന്നെ പറഞ്ഞേ, അതെല്ലാവർക്കും മനസ്സിലാവും ചെയ്യും. ഇപ്പം നമ്മളെ നാട്ടിൽ ഒരാൾ വന്ന് വിശന്ന് വരികയാണ്, നമുക്ക് നിർബന്ധമാണ്, ആ നാട്ടുകാർക്ക് നിർബന്ധമാണ് ഭക്ഷണം കൊടുക്കൽ. അതല്ലേ ഇസ്ലാമിൻ്റെ ഫിഖ്ഹിൻ്റെ നിയമം. അങ്ങനെ വിശന്ന് വന്ന ഒരാൾ ഭക്ഷണം കഴിച്ച് നിർബന്ധമായ ഭക്ഷണമാണ് കൊടുത്തതെങ്കിൽ പിന്നെ ഇതിനാ പൈസ കൊടുക്കണം. അപ്പോൾ ഫിഖ് അനുസരിച്ച് തന്നെ അതിൻ്റെ മസ്അല പറയാൻ പറ്റിയതായ ഒരു വിഷയം വരെ എടുത്തുദ്ധരിച്ച് അതിനോട് സമാനമായ ഒരുപാട് സംഭവങ്ങൾ സൂറത്തുൽ കഹ്ഫ് പോലെയുള്ളതിലുണ്ട്. അതൊക്കെ മറന്നിട്ട് മൂപ്പര് കണ്ടോ ശിഷ്യനും മോനും പറഞ്ഞ ബിദ്ഈ വാദത്തെ സപ്പോർട്ട് ചെയ്യാണ്. എന്നിട്ട് ചോദിക്കുക, ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്തത് എന്തിനാ പറയാൻ പോണ്? ഇപ്പം എന്തായി? നിങ്ങൾ 2-3 കൊല്ലം സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരെ ഈ വിഷയം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് നിങ്ങൾ നടത്തിയ ക്യാമ്പയിനും നിങ്ങൾ നടത്തിയ പ്രസംഗങ്ങളും നിങ്ങളുടെ പുസ്തകങ്ങളും എല്ലാം 1/2 സെന്റിമീറ്ററിൽ പൊളിഞ്ഞു പാളീസായിപ്പോയി. നിങ്ങൾ ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം തീരുമാനിച്ചിരിക്കുകയാണ്, ഇനി നമ്മൾ ആരും അതിനെക്കുറിച്ച് മിണ്ടാൻ പോകണ്ട. നിങ്ങളെ മിണ്ടിക്കാതെ ഞങ്ങൾ വിടൂല, ആ മിണ്ടന്നെ വേണ്ടി വരും. പറഞ്ഞുകാണ്ട് ഇതിനെ ഉണ്ടായിരിക്കാൻ പറ്റൂലല്ലോ. മൂപ്പര് അതിനൊന്ന് പറഞ്ഞോട്ടെ, ആ സെന്റിമീറ്ററിന്റെ കഥ ഒക്കെ മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. അത് ആ ഷഹർ മുബാറക്കും അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ശരീഫിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ, അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ജയറാനത്തിൽ നിന്ന് കൈയിൻ്റെ വെല്ല് ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത്, വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും ഒഴിക്കരുത്, വളരെ ബഹുമാനത്തോടു കൂടി അതിനെ സൂക്ഷിക്കണം. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? 4 കാര്യങ്ങൾ മൂപ്പർ അതിൽ പറഞ്ഞു. ഒക്കെ നിങ്ങളിപ്പോൾ ഉള്ള നിങ്ങളെ തൗഹീദ് ഉണ്ടല്ലോ, വഹാബി തൗഹീദിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ മുഴുവനും ബാത്തിലാണ്. കാരണം എന്താ? 1/2 സെന്റിമീറ്റർ വളർന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. അത് തെളിയിക്കാൻ നിങ്ങൾക്കാവോ? ഒരിക്കലും ആവില്ല. യുക്തിവാദികൾ ട്രോളൂലേ? ട്രോളും. പിന്നെ നിങ്ങൾ പറയാൻ പാടുണ്ടോ? അപ്പൊ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിച്ചതിനെതിരല്ലേ? പിന്നെ മദീനത്തെ പൊടി അത് കിട്ടിയെന്നാ പറഞ്ഞേ. കഴിഞ്ഞ ദിവസമല്ലേ നിങ്ങൾ പറഞ്ഞത് മണ്ണ് മാന്തി കബർന്നു കൊണ്ടുവരുന്ന പണി ഞങ്ങൾക്കില്ല. നിങ്ങൾ കേട്ടല്ലേ? ഒക്കെ മണ്ണ് മാന്തിന്ന് എത്ര വട്ടാ ഒരു പ്രസംഗത്ത് പറഞ്ഞു? 4-5 വട്ടാ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നിങ്ങൾ മദീനത്തെ മണ്ണേറ്റ് വരിക പ്രശ്നമാണ്, ആകെ പ്രശ്നമാണ്. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെ അറിയൂ? അതിൽ സത്യത്തിൻ്റെ ലവലേശം പോലും ഇല്ല. കാരണം ഇവരാണ് അത് പറഞ്ഞത് എന്ന് തന്നെയാണ്. കാരണം എന്താ? നിങ്ങൾ നോക്കി, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹബീബായ ത്വാഹ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തു ശരീഫുമായി നേരിട്ട് ബന്ധിക്കുന്ന ഒരുപാട് വിഷയം ഇവിടെ വന്നു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തിരുകേശത്തിന് നിഴലുണ്ട് എന്നിവർ പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം തീയിലിട്ടാൽ കരിയുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ദാത്തു ശരീഫിൽ
ഈച്ചയിരിക്കുമെന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിച്ചു. ഇതൊക്കെ ഇവിടെ ഉണ്ടായതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോലത്തിൽ പിശാച് സ്വപ്നത്തിൽ വരുമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഇതൊക്കെ അള്ളാന്റെ റസൂലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ കളവുകളാണ്. ഈ കളവ് പറയാ എന്ന് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, കളവ് പറഞ്ഞ് 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 അയാളെക്കുറിച്ച് എഴുതപ്പെടും കെദ്ദാബെന്ന്. പച്ചക്കള്ളം മാത്രം പറയുന്ന ആള്. അതും ദീനിന്റെ വിഷയത്തിൽ കളവ് പറയുമ്പോ സാധാരണ കളവ് പോലെയല്ല. ആ കളവിന് വലിയ അപകടമുണ്ട്. ഇപ്പൊ ഞാൻ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്ക് ഒരാൾ കള്ളത്തരം പറയാണ്. ആ വാക്ക് കളവായി പറഞ്ഞാൽ എന്താ അതിൻ്റെ അവസ്ഥ? വളരെ ഗൗരവമാണത്. മറ്റതൊക്കെ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. ഏത് നിമിഷപ്രിയ എന്തായി എന്നുള്ളത് ചോദിച്ചാൽ അത് ഭൗതികപരമായൊരു കളവാണ്. അവിടെ കളവ് പറഞ്ഞ് റദ്ദാക്കി, അതുപോലെ തന്നെ മാറ്റിവെച്ചു. ഇങ്ങനത്തെ ഒരുപാട് കളവ് അവിടെ ഉണ്ട്, അതടക്കട്ടെ. അതേപോലെ തന്നെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ്, ഇത് കളവുകളുടെ നേതാവ്, അതും അവിടെ നിൽക്കട്ടെ. അതേപോലെ തന്നെ അങ്ങനെ കളവുകൾ മാത്രം പറഞ്ഞു 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 പോന്ന് ഈ കളവുകളുടെ എല്ലാം മുകളിൽ പിന്നെ ആരെ ദാത്തിനെ സംബന്ധിച്ച് കളവ് പറയാണ്. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ദാത്തുമായി, റസൂലുള്ളാന്റെ ദാത്തുമായി, ശരീരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കളവുകളുടെ ഘോഷയാത്രകൾ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കേട്ടിട്ടില്ലെങ്കിൽ ഷഅർ മുബാറക്കുമായി ബന്ധപ്പെട്ട് അതിന് നിയലുണ്ട് എന്ന് പ്രസംഗിക്കുകയും നിയലില്ല എന്ന് പറഞ്ഞ അപ്പുറത്തെ സംസ്ഥാനം മുമ്പ് പറയുന്നുണ്ട്. പഴയ പ്രസംഗമാണ്. അതിനെ വിവരമില്ല എന്നൊക്കെ പറയുന്ന ആ ഭാഗം അതൊന്ന് ഇടക്ക് കേട്ടുനോക്കാൻ മനസ്സിലാവും. ഒന്നോടിവിടെ മനസ്സിലാക്കിക്കോ. ഞാൻ ഈ ഹദീസ് നാദാപുരത്തെന്ന് പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, അള്ളാന്റെ റസൂലിന് നിഴലുണ്ടാകൂല, അള്ളാന്റെ റസൂലിന്റെ രോമത്തിന് നിഴലുണ്ടാകൂല എന്ന് ഇവിടെ അതാ അപ്പുറത്തെ കക്ഷികൾ പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള മുടി അതൊന്ന് നിഴലുണ്ടോ എന്ന് നോക്കിക്കൂടെ അവര് പറയുന്നുണ്ട്. നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസ് പറഞ്ഞപ്പോ നിഴലുണ്ട് എന്നല്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിക്ക് നേലുണ്ടെന്നോ വിശ്വസിക്കേണ്ടത്, നേരില്ലാന്നോ വിശ്വസിക്കേണ്ടത്? എന്നോട് ചോദ്യം ചോദിച്ചു. ഞാൻ ആ സമയത്ത് അദ്ദേഹത്തിന് അതാ ഇമാം നസഫി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. സീറത്തുൽ ഹലബിയിലുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ചോടെ കൂടി നടന്നു പോകുമ്പോൾ നിഴലുണ്ടാകാറില്ല എന്ന് സീറത്തുൽ ഹലബിയിലുണ്ട്. അപ്പറഞ്ഞതിന്റെ മാന എന്താണ്? അള്ളാന്റെ റസൂലിന് ഒരിക്കലും നിഴലുണ്ടായിട്ടില്ല എന്നല്ല, റസൂലുള്ളാഹിന്റെ ഷഅർ മുബാറക്കിന് ഒരിക്കലും നിഴലുണ്ടാകൂല എന്നുമല്ല. സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ നബിതങ്ങൾ നടന്നു പോകുമ്പോ സൂര്യന്റെയോ ചന്ദ്രന്റെയോ വെളിച്ചത്തിൽ നബിതങ്ങൾ നടന്നു പോകുമ്പോ നിഴലുണ്ടാകാറില്ല. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേ അള്ളാന്റെ റസൂലിന്റെ നിഴല് സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ ഉണ്ടാകുമ്പോ ആ നിഴലിന്റെ മേലെ ഈമാനില്ലാത്തവർ ചവിട്ടിപ്പോയാലോ, അല്ലാത്തവർ ചവിട്ടിപ്പോയാലോ, ആ നിഴല് കാട്ടത്തിലും മൂത്രത്തിലൊക്കെ ആയിപ്പോയാലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും അതാ തണലിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ചുവടെ നടന്നു പോകുമ്പോൾ നിഴലുണ്ടാകാറില്ല. ആ പറഞ്ഞത് ഈ പറഞ്ഞതിനെതിരല്ല, അത് റസൂലുള്ളാഹിന്റെ നിഴല് ചവിട്ടിപ്പോകാതിരിക്കാനാണ്. അതുപോലെ തന്നെ നബിതങ്ങളുടെ നിഴല് അത് നിന്ദിച്ചു പോകാതിരിക്കാനാണ്. അത് ഇമാം നസഫി തങ്ങളുടെ തഫ്സീറിലും മറ്റു പല കിതാബിലും വിവരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തുള്ള കക്ഷികൾക്ക് ഇൽമില്ലാത്തതുകൊണ്ട് അവര് മനസ്സിലാക്കിയത് ഏത് ഷഅർ മുബാറക്കിനും ഒരിക്കലും നേലുണ്ടാകൂല,
എന്നവര് തെറ്റിദ്ധരിച്ചു പോയി. കിതാബ് ഓതി പഠിക്കാതെ ഗീബത്തും നമീമത്തും പറഞ്ഞു നടന്നാൽ ഇൽമു കിട്ടൂല. അന്ന് ചെറുശ്ശേരി ഉസ്താദും അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചപ്പോൾ അവരോട് പ്രതികരിച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നയലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നല്ല. പിന്നെ ആ നിയല് റസൂലുള്ളാഹിക്ക് നിയലുണ്ടാകുമ്പോൾ അത് മ്ലേച്ഛമായ സ്ഥലത്തോ അല്ലെങ്കിൽ ചവിട്ടിപ്പോകാനോ സാധ്യത ഉള്ളയിടത്തില്ല എന്നാണ്. അല്ലാതെ ഒരു തിരുകേശത്തിനും ഒരു ശരീരത്തിനും അവിടുത്തെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിനും ഒരു സമയത്തും നിയലില്ല എന്നല്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ കാര്യം മനസ്സിലാവാത്തത് കൊണ്ടാണ് അപ്പുറത്തുള്ളവർ പറയുന്നത് എപ്പോഴും നയല് പാടില്ല എന്ന് പറയുന്നത്. എന്നിട്ട് അയാൾ കിതാബ് നസഫിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വായിക്കുകയാണ്. പച്ചക്കള്ളം. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ പറഞ്ഞതെന്താ? വമിമ്മാ യുഅയ്യിദു അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാറ നൂറാ അന്നഹു കാന ഇദാ മശാ ഫിശ്ശംസി നഹാറാ അവിൽ ഖമരി ലൈലാ ലാ യദ്ഹറു ലഹു ദില്ലുൻ നസുലാ. ഹബീബായ തങ്ങൾക്ക് നയലില്ല കാരണം ചവിട്ടിപ്പോകുന്നുള്ളതുകൊണ്ടല്ല. പിന്നെയോ ഹബീബായ തങ്ങൾ നൂറായിരുന്നു, മറ്റൊന്നും കലരാത്ത നൂറ്. ലാ യദ്ഹറു ലഹു ദില്ലുൻ നസുലാ. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിനോ അതിൻ്റെ ഭാഗമായ തിരുകേശത്തിനോ ഒരിക്കലും നയലുണ്ടാവുകയില്ല. ഇതാണ് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ പറഞ്ഞത്. ഇവർ ഇതിൽ പേടിച്ച് തെറ്റ നയല് കാണുമോന്ന് പേടിച്ചിട്ട് ആ മസ്അല തന്നെ മാറ്റിപ്പോയി. എന്നിട്ട് ഹബീബായ തങ്ങളുടെ ശരീരത്തിന് നയലുണ്ടെന്നും അവിടുത്തെ ശരീരം പിന്നെ തീയിൽ കരിയുമെന്നും ഈ വാദങ്ങൾ ഉന്നയിച്ചപ്പോ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവശനായ വാപ്പയെ പോലെയാണ് എന്ന ഏറ്റവും അപകടകരമായ വാദം ഉന്നയിച്ചപ്പോ എന്തായിരുന്നു എ പി അബൂബക്കർ മുസ്ലിയാർ ചെയ്യേണ്ടത്? ശിഷ്യന്മാരെ മക്കളെയൊക്കെ വിളിച്ചിട്ട് അത് പറയല്ലടാ, അത് ശരിയല്ല, ബുദ്ധിക്ക് യോജിച്ച കറാമത്തെ പറയാവൂ എന്ന് പറയാൻ പാടില്ല എന്നു പറഞ്ഞു കൊടുക്കലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അതിനു വേണ്ടി വായ തുറക്കാൻ സമയം കിട്ടിയില്ല. അതിനുവേണ്ടി ഇതുവരെ സംസാരിച്ച് കണ്ടില്ല. നിങ്ങളാരെയും കണ്ടോ അതിനെതിരെ സംസാരിച്ച്? മാത്രമല്ല അതിനെ അനുകൂലിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുക ചെയ്ത്. അവിടെയാണ് നമ്മളെ ചോദ്യം. ഇതൊന്നും മിണ്ടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ നൂറുമായി ബന്ധപ്പെട്ട് ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറുപടി പറയാൻ തീർക്കാൻ വായ തുറക്കാതെ ഇപ്പൊ നിങ്ങളുടെ മകന്റെയും ശിഷ്യന്മാരുടെയും ബിസിനസ് അല്ലെങ്കിൽ അവിടെ വരുന്ന ക്യാഷ് അത് കൂടുന്നു കണ്ടപ്പോ അവിടെ ഇതൊക്കെ മറന്നിട്ട് നിങ്ങൾ സെന്റിമീറ്റർ നീളണ്ട് എന്ന് പറയാൻ പാടുണ്ടോ? അതല്ലേ ഞങ്ങളെ ചോദ്യം. നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ, എല്ലാവരെയും വിലയിരുത്തൽ, ഒന്ന്, സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറയിൽ നിന്ന് തന്നെ നിങ്ങളും മുഴുവനായിട്ട് തന്നെ പോയി. അതാണ് അവശനായ വാപ്പ എന്ന് പറഞ്ഞ് ഇസ്തിഗാസക്കെതിരെ സംസാരിച്ചത്, കറാമത്തിനെതിരെ വന്നത്. അപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറയിൽ നിന്ന് തന്നെ പോവുകയും റസൂലുള്ളാഹിന്റെ ദാത്തു ശരീഫിൽ തന്നെ കളവ് പറയുകയും ചെയ്തപ്പോൾ അതേറ്റവും വലിയ കളവായി മാറി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാൻ എന്ത് വഴി? ഇനി വളരുന്നു എന്നത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. കഴിയാത്തത് പറയാൻ പാടില്ല. നിങ്ങൾ തന്നെയാണ് എഴുതി വെച്ചത്. കുഞ്ഞീരായും കൊടുക്കില്ല ഞങ്ങൾ കുടുങ്ങിയുള്ളത്. പഴയ കാലത്ത് ശംസുൽ ഉലമ പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പോകേണ്ടി വന്നു. ഇനിയിപ്പോ വളർന്നു എന്ന് പറയുന്ന ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരികേശമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുവിൽ ഇവര് വിശ്വസിക്കുന്നുണ്ടോ? അതുമാണല്ലോ നോക്കുക. എൻ്റെ പോയിന്റ് വളരെ കൃത്യം. ഇങ്ങനൊരു പ്രസ്താവന ഈ സമയത്ത് നടത്തിയത് നിങ്ങളുടെ അടിത്തറ പൊളിക്കുന്നതാണ്. രണ്ട്, കളവ് മാത്രം പറയൽ തൊഴിലാക്കിയത് കൊണ്ട് അതൊന്നും വിശ്വസിക്കാൻ വിശ്വാസികൾക്കൊരു ബാധ്യതയില്ല. മൂന്ന്, വളരല് പോകട്ടെ,
നിങ്ങൾ തിരികേശമെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമല്ല. അതൊക്കെ അന്ന് ഞങ്ങൾ വ്യക്തമാക്കി കൊടുത്തതായിരുന്നു. അതൊക്കെ അതൊക്കെ ഇപ്പോൾ നിങ്ങളെ ഓരോന്ന് എടുത്തിടുമ്പോൾ പിന്നെ നമുക്കത് പറയേണ്ടി വരികയാണല്ലോ. നമ്മൾ നേരത്തെ വാഴ്ന്നും പറഞ്ഞു പോയിരുന്നു. അത് നിങ്ങൾ എടുത്തിടുകയും പിന്നീട് നിങ്ങൾ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ ചിലതൊക്കെ ഞങ്ങൾക്ക് പറയേണ്ടി വരും. അന്ന് പേരോട് അബ്ദുറഹ്മാൻ മൗലവിയോട് ചോദിക്കുന്നുണ്ടല്ലോ മാഹിക്കാരൻ, അല്ല മർക്കസിലുള്ള മുടി അത് അള്ളാന്റെ റസൂലിൻ്റെതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആരോടാ ചോദ്യം? പേരോട് തക്കാഫിയോട്, സക്കരിയ സലാഹിനോടല്ല. ഈ ചോദ്യം അങ്ങ് കേട്ടപ്പോൾ എന്താ പറയേണ്ടത്? അയാൾ അതിനുവേണ്ടി പ്രസംഗിച്ച ആളാ. അന്നത്തെ പ്രശ്നം മുഴുവനും അതായിരുന്നില്ലേ? ഞാൻ അതിലേക്ക് കടന്നാൽ പിന്നെ അതല്ലേ പറയേണ്ടവുള്ളൂ. ഒരൊറ്റൊന്നിനാലും വിശ്വാസമല്ലാന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞ് ആ വിഷയത്തിനല്ലേ ഇവിടെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായത്. അന്ന് ഈ ചോദ്യത്തിന് അയാൾ മറുപടി പറഞ്ഞത് അല്ലാന്ന് ഞാൻ പറയൂല എന്നാണ്. അല്ലാന്ന് ഞാൻ പറയൂല. അപ്പൊ ഒന്നുകൂടി ചോദിച്ചു, ആണ് എന്ന് പറയുമോ? തിരികേശം ആണ് എന്ന് പറയുമോ? അപ്പൊ ഇയാൾ വീണ്ടും പറയും അല്ലാന്ന് ഞാൻ പറയൂല. ഓൻ ചോദിക്കും ആണ് എന്ന് പറയുമോ? അപ്പൊ ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ നേതാക്കൾക്കെങ്കിലും ഒരു വിശ്വാസം വേണ്ടേ? വിശ്വാസമല്ല, ആണ് എന്ന് പറയാൻ ധൈര്യം കിട്ടണില്ല. ഇതിനെക്കുറിച്ച് ധാരാളമായി പ്രസംഗിച്ച ആൾക്ക് തന്നെ ധൈര്യം കിട്ടണില്ല. ആ ഭാഗം ഒന്ന് കേൾക്കിങ്ങൾ. കൊടുത്ത മുടി നിങ്ങളുടെ ഷെയറും വാഴകൾ പേരോട് വിശ്വസിക്കുന്നുണ്ട്. എല്ലാം പറയില്ല അല്ലേ? അപ്പൊ അംഗീകരിക്കുന്നില്ലേ? അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിക്കുന്നു തള്ളുന്നുണ്ടോ? അടുത്ത ആൾക്കാർ ഇപ്പൊ കൽച്ചറാൻ വേണ്ടി ഞാൻ അത് നിസർവാദങ്ങളുടെ മുടി അല്ല എന്ന് ഞാൻ ആണെന്ന് പറയാം. അത് നിസർവാദങ്ങളുടെ മുടി ആയാലും ആയില്ലെങ്കിലും അതാണ്. ആയാലും അല്ലെങ്കിലും ഇത് പാരാ പറഞ്ഞേ? ഇത് ഏറ്റവും വലിയതിനു വേണ്ടി പ്രസംഗിച്ച ആളാ പറയുന്നത്. ആണ് എന്ന് പേരോട് ഉസ്താദ് പറയുമെന്ന് ചോദിച്ചപ്പോൾ ധൈര്യത്തിൽ പറയേണ്ട ആണ് എന്ന്. അത് പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇതിൽ വിശ്വാസമല്ല. മാത്രമല്ല അത് ഒരു മുശാവറന്റെ കാര്യമാണെങ്കിൽ വേറൊരു മുശാവറ നേതാവുണ്ട്, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. മൂപ്പര് പറയുന്നത് കേട്ടോളൂ. എന്താ മൂപ്പരോട് പറഞ്ഞ്? മൂപ്പരൊരു ശിഷ്യൻ, അംജദി എന്ന് പറയുന്ന ശിഷ്യൻ ബോംബെയിലൊക്കെ അയാൾ ബോംബെയിലാ ജോലി, പറഞ്ഞു നടക്കുന്നുണ്ട് ഉസ്താദ് ഇതിന് വലിയ വിശ്വസിക്കുന്ന ആളാണ് എന്ന്. ഇതേ വായിക്കാരൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഉസ്താദ് പറയുന്നുണ്ട് ഞാൻ അതിന് പോയിട്ടുമില്ല, ഞാനതേറ്റ വിശ്വസിച്ചിട്ടുമില്ല. ഇതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു സമൂഹത്തെ ഈ രൂപത്തിൽ വീണ്ടും നിങ്ങൾ യുക്തിവാദികൾക്കും, നിങ്ങളെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, യുക്തിവാദികൾക്കും വഹാബികൾക്കും ട്രോളാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുമ്പോൾ വളരൽ പോയിട്ട് അതിൻ്റെ അടിസ്ഥാനം വരെ നിങ്ങളുടെ നേതാക്കൾ വിശ്വസിക്കുന്നില്ല എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? അടുത്ത കേട്ടൊക്കെ രേഖകൾ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കേട്ടോളൂ അടുത്ത്. അതിനേക്കാൾ ഇപ്പം വലിയ സങ്കടം എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങള് ഉസ്താദിന്റെ അംജദീനെ കൊണ്ടാണ് ഇപ്പൊ ഇയാൾ എന്തിനാള് പഠിച്ചാണ് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടി. ഇയാള് ബോംബെയിലുള്ള ആളുകളോട് മുഴുവൻ ഇപ്പം പറയുന്നേ പൊന്മൾ ഉസ്താദ് ആ അംജദി ഞാൻ പറഞ്ഞിക്കെന്ന് പറയണ്ട, പൊന്മൾ ഉസ്താദ് വരെ അത് ബോധ്യപ്പെട്ടിനെന്ന് അംജദിനോട് നിങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പോലെ. എനിക്ക് യാതൊരു ഇതില്ല. ഞാൻ അവിടെ വെച്ച് ചീത്തമ്മക്കാണ് അച്ഛനെ ഞാൻ ഒന്നുമില്ല ഉസ്താദ്, ഞാൻ അങ്ങനല്ല ഉസ്താദ്, ഞാൻ തന്നെ ഏറ്റെടുക്കാൻ പോയി ഞാൻ ചീത്തമ്മക്കാണ്. എന്നിട്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാനും നസീർ അസീരിയും ജിഷാനും SK കാരെ ചാരൻ എന്നാണ് ഇപ്പൊ ബോംബെയിൽ പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ വിഷയത്തില് സംശയം ചോദിക്കുന്ന ആളുകളോട് ഇപ്പം പറയുന്നത് വെച്ചാൽ പൊന്മൾ ഉസ്താദ് വരെ അത് പിന്നെ കണ്ടു ബോധ്യപ്പെട്ടതാ, ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടെന്നാണ് ഇപ്പം പ്രചരണം. ഞാൻ കണ്ടിട്ടുമില്ല നോക്ക്, അതിന് പോയിട്ടുമില്ല. കണ്ണങ്ങള് ഞാൻ പോയിട്ടുമില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ഇതൊക്കെ ഇവിടെ എല്ലാരെ കയ്യിലും കിട്ടിയ സംഭവമാണ്. ശരിക്ക് വിലയിരുത്തി നോക്കൂ നിങ്ങൾ ഇതിന്റെ സംഭവം. ഇപ്പം പണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് ഇവർ പറഞ്ഞതൊക്കെ നമ്മൾ വിശ്വസിച്ചൊരു കാലം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം എന്നറിയാം. ഞാനൊരു അനുഭവം, ഞങ്ങൾ ബോംബെയിൽ പോയി ഇവർക്ക് പിന്നെ കിട്ടിയെന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ
നിങ്ങളാ പറയുന്ന ആൾക്ക് കൊടുത്തിട്ടില്ല എന്ന് വരെ ഞങ്ങളോട് പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് മൂപ്പരോട് ചോദിച്ചു, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ വിശ്വസിക്കണ്ടി, എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് ഇന്ന വിശ്വാസമല്ലേ എന്നാന്ന് ചോദിച്ചു. അങ്ങനെ പല സംഭവം. പക്ഷെ അന്ന് നമുക്ക് വിശ്വാസമാണെന്ന് മാത്രമല്ല, നമ്മൾ അവിടുന്ന് പോന്നതിൻ്റെ ശേഷവും സുൽത്താനുൽ ഉലമ എന്നല്ലേ മൂപ്പരെ കുറിച്ച് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു ടീം ഇവിടെ ലോകത്ത് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഒരു ടീമിൽ നിന്ന് പുറത്താക്കിയിട്ട് വീണ്ടും അതിൻ്റെ നേതാവിനെ കുറിച്ച് സുൽത്താനുൽ ഉലമ എന്ന് പറയുന്നത് നമ്മളല്ലാതെ വേറെ ആരാളുള്ളത്? അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, നമുക്ക് വ്യക്തിപരമായ ഒരു പ്രശ്നമില്ല. നമ്മൾ വിശ്വസിച്ച് അന്ന് ആ രൂപത്തിൽ തന്നെ നമ്മളതിനെ കണ്ടുപോകുന്ന ആളുകളാണ്, ഒരു സംശയവും അതിലില്ല. പക്ഷെ അന്ന് വിശ്വസിക്കാത്ത, അന്ന് ഇപ്പോൾ ഹൈദരലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ആളുകൾ ഓലൊക്കെ അത് വിമർശിച്ചു. അന്ന് നമ്മളോട് ഉണർത്തുകയും ചെയ്തു, എന്ത് ഇത് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ ഞങ്ങൾ കുടുങ്ങും. നമ്മൾ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് വളരെ ശക്തമായി അതിനു വേണ്ടി വാദിക്കുകയും ആ വിഷയത്തിൽ നമ്മൾ മുന്നിൽ തന്നെ നിന്ന്, അതെല്ലാവർക്കും അറിയില്ലേ, അത് പറയുകയും ചെയ്തത്. ഒന്ന് കേട്ടോളൂ, അന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞ വചനം പറയുന്നുണ്ടെങ്കിൽ അതിലാരും തന്നെ ഒരിക്കലും വഞ്ചിതരാവരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാനുള്ളത്. കെട്ടുകഥകളും അതേപോലെ തന്നെ ഇല്ലാത്ത കഥകളുമായി കൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രസ് ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രസ്താവനകളോ പ്രസിദ്ധീകരണമോ ഇറക്കുമെങ്കിൽ അതെല്ലാം തന്നെ ശരിക്കും ശരിയായ ഒന്നല്ല, മറിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതെല്ലാം തന്നെ ചവറ്റ് കുട്ടയിലേക്ക് വലിച്ചെറിയേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ മഹാനായ മർഹൂം നമ്മുടെ എല്ലാമായി. അപ്പോൾ ഞാനത് പറയാൻ കാരണം അന്നത്തെ അവസ്ഥ ആലോചിച്ചു പോയതാണ്. KL 57-818 എന്ന കാറ് മാറ്റി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ആ വണ്ടി മാറ്റി കൊടുത്തേക്ക്. ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുമായി ബന്ധപ്പെട്ട് അന്നത്തെ പാണക്കാട് സാദാത്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സയ്യിദ്, മഹാനരായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. ഞാൻ അവിടെ ഇപ്പോഴത്തെ നമ്മുടെ പ്രഭാഷണങ്ങളിലൊക്കെ പാണക്കാട് സാദാത്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പറയുന്ന ഒരു സമയമാണ്. പലരും ചോദിക്കും, നിങ്ങളെന്തിനാ പറയുന്നത്? അതിൻ്റെ ഉത്തരം കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ മശായിഖന്മാർ ശംസുൽ ഉലമയുടെ നിലപാടും ആ നിലപാടിൽ നിന്നുകൊണ്ട് പാണക്കാട് സാദാത്യങ്ങളുടെ മഹത്വവും പറയണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കൂടിയാലും നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഇന്ന് ഞാനതൊന്നുകൂടി ആവർത്തിച്ച് പറയാൻ, നിങ്ങളെല്ലാവരും കൂടി കുല്ലുഹും അജ്മഉൻ കൂടിയാലും, കാരണം അവിടുന്ന് അവരെങ്ങനെ നമ്മളോട് സമീപിക്കുന്നു എന്നതുപോലും നോക്കാതെയാണ് നമ്മളെ മശായിഖന്മാർ പറഞ്ഞാൽ അത് പാണക്കാട് സാദാത്യങ്ങളായാലും ശംസുൽ ഉലമയായാലും എല്ലാവരോടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ഒരു വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞപ്പോൾ, അന്ന് അതുപോലെയുള്ള നേതാക്കന്മാരൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ സാധ്യതയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പം എവിടെ എത്തി കാര്യങ്ങൾ? ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ മുഴുവനായി ബിദ്അത്തിലേക്ക് പോയി. കളവ് പറയുന്നതിൽ മറ്റെല്ലാവരെയും തോൽപ്പിച്ച് ഫിസ്ഖിന്റെ അങ്ങേയറ്റം ഇവിടെ നടപ്പാക്കുന്ന അവസ്ഥയിലേക്ക് പോയി. മാത്രമല്ല, ഹബീബായ ത്വാഹ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാരിസീങ്ങളായി വരുന്ന ഉന്നതരായ മശായിഖന്മാർ, ആ മശായിഖന്മാരെ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുകയാണ്. അതല്ലേ നിങ്ങൾ കണ്ടത്? ഹബീബായ തങ്ങളുടെ കാലത്ത് സൂര്യനെ മടക്കി വിളിച്ചു, ചന്ദ്രനെ പിളർപ്പാക്കി. ഇന്ന് വലിയ അഖ്താബീങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യട്ടെ എന്നുവരെ വെല്ലുവിളിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. നേരെ മാറിയ അവസ്ഥകളൊക്കെ ഒരു കാരണവശാലും
ഇവരെ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നോക്കൂ നിങ്ങൾ, ആ വെല്ലുവിളി കൂടി നമുക്ക് അതിന്റെ ഇടക്കൊന്ന് കേൾക്കാം. വെച്ചുകൊടുക്കും. വരെ സൂര്യൻ മടങ്ങി വന്നിട്ട് അവളെ ഞാൻ നിന്നുകൊടുത്ത് അസ്തമിക്കാതെ നിന്നുകൊടുത്തു. ഇത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തും ആണ്. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ഒരാളെ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ, ആർക്കും സാധിക്കില്ല. ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ വലിയാണ്, കുത്തുബാണ്, ഷെയ്ഖാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ല, അവരൊന്ന് സൂര്യനെ മടക്കി വിളിക്കട്ടെ, നമുക്കൊന്ന് കാണാമല്ലോ. അതൊരിക്കലും വരില്ല. ആരെയാ വിളിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ വാരിസീങ്ങളായ അഖ്താബീങ്ങൾ അവരെല്ലാ കാലത്തുണ്ട്. അവരത് പറയും ചെയ്യും. അന ഖുതുബുൽ ആലം, അന ശൈഖുൽ മശായിഖ്, അതുപോലെ തന്നെ അന ഖുതുബുൽ അഖ്താബ്, ഇതൊക്കെ അവർ പറഞ്ഞുകൊണ്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഔലിയാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ്. എവിടെ വരെ എത്തി? അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കും ഒരു വെല്ലുവിളി തിരിച്ചു നടത്താനുണ്ട്. അതെന്താണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസാറുകളെ ബറക്കത്തെടുക്കണമെന്നും ബറക്കത്തെടുക്കലാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയെന്നും കൃത്യമായി ആളുകളെ പഠിപ്പിച്ചവരും അത് ജീവിതത്തിൽ പകർത്തുന്നവരുമാണ് ഞങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ ഞങ്ങൾ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ശഅർ മുബാറക്കുണ്ട്, ഒരു ആസാറുണ്ട്, ഒരു തിരികേശമുണ്ട് എന്ന് പറയപ്പെട്ടാൽ നമ്മൾ അവിടെ പോകും, ബറക്കത്തെടുക്കും. നമ്മൾ ആരോടും അതിൻ്റെ സനദ് ചോദിക്കാറില്ല, നമ്മൾ ആരോടും അതിൻ്റെ രേഖ ചോദിക്കാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആസാറാണ് എന്ന് പറയപ്പെടുമ്പോൾ ആ വ്യക്തിയിലുള്ള വിശ്വാസത്തെ മാനദണ്ഡമാക്കി അതിൽ നിന്ന് ബറക്കത്തെടുക്കുന്നവരാണ് നമ്മൾ. മാത്രമല്ല, നമ്മൾ അതിൻ്റെ ബറക്കത്തെടുക്കലും പ്രദർശനമൊക്കെ നമ്മുടെ സാവിയയിൽ തന്നെ നടത്തുന്നതാണ്. അടുത്ത 13-ാം തീയതി ഇന്ത്യ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ അവരുടെ ആസാറുകളുമായി വരുമ്പോൾ നമ്മളതിനെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ്. ഇവിടെയുണ്ട് കേരളത്തിൻ്റെ ഏതൊക്കെ ഇപ്പോൾ വൈലത്തൂർ തങ്ങളെ വീട്ടിൽ പല സ്ഥലത്തും ആസാറുകളുണ്ട്. അതൊന്നും ഒരു കച്ചവട കണ്ണോട് അവരാരും കാണാറില്ല. അതൊരു ബിസിനസ്സാക്കി ഒരു ബിസിനസ് മൈൻഡിലേക്ക് കൊണ്ടുപോയി. ഇപ്പം നമ്മളവിടെ ആരെങ്കിലും നമ്മൾ അത് വെച്ചിട്ട് ബിസിനസ് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ ഹാദിമീങ്ങളായ ആളുകൾക്ക് ആരെങ്കിലുമൊക്കെ ഹദിയ നൽകാറുണ്ട്, അവരത്രയും ദൂരം നിന്ന് കൊണ്ടുവരുന്നു എന്ന നിലക്കല്ലാതെ നമ്മൾ നമ്മുടേതായ നിലപാടിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനാരും വിമർശിക്കാറില്ല, ആരും നിർബന്ധിക്കാറില്ല. അതേ സമയത്ത് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? അത് കൃത്യമായി നിങ്ങൾ പറയുക തന്നെ വേണം. 3 വിഷയം ഞാൻ മുന്നിൽ വെച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒന്ന്, ഹബീബായ ത്വാഹ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞു, അതിവിടെ സ്ഥിരപ്പെട്ടു, നിങ്ങൾ കളവ് പറഞ്ഞുവെന്ന്. ഹബീബായ തങ്ങളുടെ ദാത്തുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്നിനും കഴിയാത്ത വാപ്പയോട് ഉപമിച്ചു. അവിടുത്തെ വാരിസീങ്ങൾക്കെതിരിൽ കള്ളത്തരം പറഞ്ഞു നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെയ്യൽ മുതൽ അങ്ങനെ ഇല്ലാത്ത സംഭവങ്ങളെ ഉണ്ടാക്കി നിങ്ങൾ. ആ ദാത്തിന്റെ പേരിൽ തന്നെ കള്ളത്തരം പറഞ്ഞാൽ അത് മറ്റ് കളവ് പോലെയല്ല. അതുകൊണ്ട് നിങ്ങൾ കള്ളത്തരത്തിന്റെ വഴിയിൽ 1 നമ്പറായി നിൽക്കുകയാണ്. രണ്ടാമത്തെ എൻ്റെ പോയിന്റ് വെറും കളവല്ല, ബിദ്അത്തിലേക്ക് തന്നെ മാറിപ്പോകുന്ന അവസ്ഥ. ഇന്നത്തെ നിങ്ങളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വഹാബിയേക്കാൾ നിരീശ്വരവാദിയേക്കാൾ അപ്പുറത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പിഴച്ച ആദർശങ്ങൾ വിളിച്ചു പറയുന്നത്. മൂന്നാമതായി, നിങ്ങളുടെ നേതാക്കൾക്ക് തന്നെയും ഇതിൽ വിശ്വാസമില്ല. ഞാൻ അതിൻ്റെ തെളിവുകൾ ഇവിടെ ഹാജരാക്കി. ഈ 3 വസ്തുതകൾ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ,
കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ റസൂലുള്ളാഹിന്റേതാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ തന്നെ അതുകൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് സനദ് ചോദിച്ചിട്ടില്ല, രേഖ ചോദിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ ഒറിജിനൽ മുബ്തദിഇന്റെ വഴിയിലെത്തി, ഫാസിഖിന്റെ വഴിയിലെത്തി, കദ്ദാബായി മാറി. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഒരു നിയമം വെച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഫാസിഖായ ഒരാൾ, കള്ളത്തരം പറയുന്ന ആൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വരെ കളവ് പറയുന്ന ആൾ, ബിദ്അത്തുകാരനായി മാറിയ ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തിൽ തന്നെ കളവ് പറയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമായ ഷഅർ മുബാറക്കിൽ നിങ്ങളെ എങ്ങനെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കും എന്ന് ഈ സമയത്ത് ഞങ്ങൾ ചോദിക്കുകയാണ്. എങ്ങനെ വിശ്വസിക്കും നിങ്ങളെ? എങ്ങനെ നിങ്ങളുടെ ഈ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ കഴിയും? അന്ന് തന്നെ അവരത് ഞങ്ങളോട് പറഞ്ഞപ്പോൾ പലരും മുന്നേ ഇത് പറഞ്ഞു. ആ പറഞ്ഞ ആളുകളോട് തർക്കിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ അത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയണം. ആസാറുകൾ വെച്ച് ഇത് റസൂലുള്ളാഹിന്റേതാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ മതത്തിൽ എന്താണോ ആവശ്യം ആ പ്രമാണം വെച്ച്, അത് സനദാകട്ടെ അതിൻ്റെ പ്രത്യേകതകളാകട്ടെ, ഇത് വെച്ച് നിങ്ങൾ വിശദീകരിക്കാത്ത കാലത്തോളം അതിൽ വിശ്വസിക്കാൻ മുസ്ലിം സമുദായത്തിന് ബാധ്യതയില്ല എന്ന് വളരെ കൃത്യമായി നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്. ഞങ്ങൾ അന്നത്തെ പ്രസംഗവും ഇന്നത്തെ പ്രസംഗവും വളരെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് ആ വിഷയം നമ്മൾ അന്ന് ആദർശ മുന്നേറ്റത്തിൽ ഉയർത്തിയ ഒരു ഭാഗം കൂടി വെച്ചു കൊടുക്കും. ഇത്ര പ്രശ്നമുള്ളൂ. നിങ്ങൾ അതിന്റെ സനദൊന്ന് വായിച്ചാൽ ഇനി അവിടെ ഞാൻ ഒന്നുകൂടി പറയാ. അത് മുജാഹിദുകളെ ഇബ്ലീസ് നിങ്ങളെ വസ്വാസാക്കിയതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ആസാറിന്റെ ആ ബറക്കത്തെടുത്ത് കൊടുത്ത വെള്ളം കുടിക്കണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം. ആ ഭാഗ്യം ഇല്ലാതെയാക്കാൻ വേണ്ടി വസ്വാസ് ഖൽബിൽ ഇട്ട് തന്നതാണ്. ഹദീസിന് സനദ് പറയും പോലെ, അല്ലെങ്കിൽ ഒരു ഹുക്മ് സ്ഥിരപ്പെടാൻ സനദ് പറയുന്നത് പോലെ, തിരികേശമായാലും ആധാറുകളായാലും അതിന് സനദ് വേണം എന്ന വാദം അത് മുജാഹിദുകൾ ശരീഅത്തിൽ വെള്ളം ചേർത്തതാണ്. അത് അംഗീകരിക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വകുപ്പില്ല. പിന്നെയോ സഹോദരങ്ങളെ, ഹബീബായ തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാൽ അതിനെ ആദരിക്കലാണ് അദബ് കേട്ടോ. അത് ആരോടുള്ള അദബാണ്? സംശയമില്ല, അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ കൊണ്ടുവന്ന ആൾ മുബ്തദിആയി മാറിയാൽ, കൊണ്ടുവന്ന ആൾ ഫാസിഖായി മാറിയാൽ, കൊണ്ടുവന്ന ആൾ കളവ് മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് മാറിയാൽ, അതും ആരെ പേരിൽ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പ നിങ്ങൾക്കൊരു ബാധ്യത വന്നു, അത് തെളിയിക്കുക തന്നെ വേണം. അത് തെളിയിക്കാതെ സമൂഹത്തിന് അത് ഏറ്റെടുക്കേണ്ട ബാധ്യതയില്ല എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തിയതാണ്, ഞങ്ങളൊന്നും ചെയ്തതല്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തിയതാണ്. അതാണല്ലോ ഹബീബായ തോഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂലിനെ കുറിച്ച് ഒരു കാര്യം ഗൗരവത്തിൽ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവരുന്നുണ്ട്. ബാബു വുജൂബിർ റിവായത്തി അനി സിഖാത്ത് വതർക്കിൽ കദ്ദാബീൻ. വിശ്വസ്തനാണോ, നമുക്ക് വിശ്വസ്തനെന്ന് ഉറപ്പുള്ള ആളാണോ, ആ ആള് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കണം. അതേ സമയത്ത് കദ്ദാബായി കള്ളത്തരം മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് ഒരാൾ മാറിയാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു എന്ന ആയത്ത് ഉദ്ധരിച്ച് ഇമാം മുസ്ലിം അത് സ്ഥിരപ്പെടുത്തുകയാണ്. മാത്രമല്ല മുഖദ്ദിമ നോക്ക്, മിസ്കാത്തിന്റെ അതിൽ കാണാം വമൻ സബത അൻഹു തഅമ്മുദുൽ കദിബി ഫിൽ ഹദീസ്. ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ടതിൽ മനഃപൂർവ്വം കളവ് പറയുമെന്ന് ഒരാളിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ വഇൻകാന വുഖൂഉഹു ഫിൽ ഉംരി മറ,
ജീവിതത്തിൽ ഒരിക്കലാണെങ്കിൽ പോലും ഹബീബുമായി ബന്ധപ്പെട്ടതിലാണ് കളവ്, പിന്നെ അവൻ തൗബ ചെയ്താലും ശരി ലം യുഖ്ബൽ ഹദീസുഹു അബദാ, ഒരിക്കലും അയാളുടെ വാക്കുകളെ സ്വീകരിക്കാൻ പാടില്ല. ഹദീസിന് പോലും ഇസ്തിലാഹ് പറയുമ്പോ മഹാന്മാര് അതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയും ഇത് ഞങ്ങളെ ആളുകളോടല്ലേ പറയണ്, അതിന് നിങ്ങളെന്തിനാ ഇടപെട്ടത്? നിങ്ങളെ ആളുകളോട് പറയുകയാണെങ്കിൽ ഒറ്റക്ക് ആരും കേൾക്കാതെ നിങ്ങൾ സ്വകാര്യമായിട്ട് പറഞ്ഞോളി. ഇത് നിങ്ങളെന്താ ചെയ്യുന്നത്? എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ രൂപത്തിൽ ലൈവൊക്കെ നടത്തി മീഡിയകൾക്ക് നിങ്ങൾ തന്നെയല്ലേ ഇത് കൊടുക്കുന്നത്? മീഡിയകൾക്ക് നിങ്ങളല്ലേ കൊടുത്തത്? എന്ത് വിശ്വാസ്യതയാണ് നിങ്ങൾക്കതിലുള്ളത്? അപ്പം നിങ്ങൾ തന്നെ അത് പ്രചരിപ്പിക്കുകയും മൊത്തത്തിലുള്ള സംഭവമാക്കി മാറ്റുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് അത് പറയേണ്ടി വന്നത്. മറ്റേ ഒരുപാട് നാടുകളിലൊക്കെ ആസാറുണ്ട്, ഷഹർ മുബാറക്ക് ഉണ്ട്, അതൊക്കെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഞങ്ങളും അവിടെ ഷഹർ മുബാറക്ക് സൂക്ഷിക്കുന്നുണ്ട്. അത് ഏടെന്നെങ്കിലും എങ്ങനെങ്കിലും കിട്ടിയതൊന്നുമല്ല, മറിച്ച് അതിൻ്റെയൊക്കെ സനദുകൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ വരെ എത്തുന്നത് ആരെ മുമ്പിലും നമുക്ക് പറയാൻ കഴിയും. അതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആ സനദായിട്ട് വരിങ്ങൾ. ഞാൻ ചോദിക്കാം നിങ്ങളോട്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു കുടുങ്ങിയല്ലോ, ഒരുപാടെണ്ണല്ലേ അവിടെ. രക്ഷപ്പെടുത്താൻ ന്യായീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദർശപരമായി ഒന്ന് പ്രസംഗിക്കി, എന്നാൽ അതിൻ്റെ പൂതി തീർത്ത് ബാക്കി ഞങ്ങൾ പറഞ്ഞു തരും. അന്നത്തെ അവസ്ഥയിൽ എനിക്ക് ഓർമ്മയുണ്ട്, മർക്കസിൻ്റെ ഓഫീസിൽ എന്നെ ഒറ്റക്ക് വിളിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആ വിഷയം ഒന്ന് ഏറ്റെടുത്ത് സംസാരിക്കണം. ഞങ്ങളയാളെ വിശ്വസിക്കുന്ന കാല. അങ്ങനെയാണ് അന്നത്തെ സംസാരം എന്ന് പറയുമ്പോൾ അതിൽ ചിലതൊക്കെ ഇയാളെ വിശ്വസിച്ചു പറഞ്ഞുകൊണ്ട്, ചിലതത് പറയണം എന്ന് പറഞ്ഞ് എഴുതി തന്ന് പറയിപ്പിച്ചതുണ്ട്. ഇപ്പോൾ പേരോട് സനദ് എന്ന് പറഞ്ഞ് വായിച്ചു പെട്ടുവരിക്കാം. മർക്കസിൽ ഹസ്രജി വായിച്ചത് സനദാന്ന് പറഞ്ഞു. സനദല്ലാന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ അതിൽ മുഫസ്സലും മുജ്മലും ഉണ്ടാക്കി. പിന്നെ ഇങ്ങനെ അത് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അക്കാലത്ത് ഭീഷണിപ്പെടുത്തി ഈ കാര്യം ഇങ്ങനൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങളോട്, നമ്മളെ സംഘടനാ ജയിലിൽ കൊണ്ടുപോയി മാസങ്ങളോളം താമസിപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്ത തെറ്റെന്താ? ഈ ഷഹർ മുബാറക്കുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ മാറ്റർ അവരെഴുതിത്തരുന്ന രൂപത്തിൽ പറയാൻ നമ്മൾ തയ്യാറാവാത്തതല്ലേ അതിൻ്റെ ഒരു കാരണം? സുന്നത്ത് ജമാഅത്ത് പറയാൻ നമ്മൾ മെനക്കെട്ടിറങ്ങിയതും ഇതൊക്കെയല്ലേ അന്ന് കാരണം ഉണ്ടായത്. അതിൻ്റെ പേരിൽ എല്ലാ മജ്ലിസുകളും മുടക്കി 1.5 വർഷം നമ്മൾ വീട്ടിലിരുന്ന്, അതിനുശേഷം പ്രത്യേകം കാറിൽ വന്ന് കൊണ്ടുപോയി മൊബൈൽ വരെ മറ്റുള്ളവർ വാങ്ങിവെച്ച് മാസങ്ങളോളം സംഘടനാ ജയിലിൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് വിശദീകരിച്ചിട്ടുണ്ടല്ലോ പലപ്പോഴും. അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ പാണക്കാട് സാദാത്യങ്ങളൊക്കെ ആയിട്ട് കണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം അങ്ങോട്ടൊറ്റ പോകുമെന്ന് കരുതിയിട്ടാണല്ലോ ഈ പണികളൊക്കെ ഒപ്പിച്ചത്. സത്യത്തിൽ അവരുടെ പ്രസ്താവനകളൊക്കെ നോക്കുമ്പോൾ ഈ കള്ളത്തരവും ഈ കദിബും അവർ നേരത്തെ മനസ്സിലാക്കി എന്നല്ലേ പറയണ്ടി. ഇപ്പം നദ്വി സാഹിബിൻ്റെ ഒരു പ്രസ്താവന വന്നപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് പറയാം? മൂപ്പര് നേരത്തെ മനസ്സിലാക്കിയ ആളാണ്, അതുകൊണ്ട് തന്നെ മൂപ്പര് നേരത്തെ പറയാൻ കഴിഞ്ഞു എന്നതല്ലാതെ എന്താണ് അതിൽ കാര്യം? അപ്പം അതുകൊണ്ട് കള്ളത്തരം ഉണ്ടാകുമ്പോൾ അതാണ് ബഹുമാനപ്പെട്ട ശംസുലം ആദ്യം പറഞ്ഞ്, ഈ ടീമിനെ സുന്നിയായി തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. സുന്നിയായി തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ ഏത് കാര്യത്തിലാണ് പിന്നെ വിശ്വസിക്കാൻ കഴിയാം? ഞാൻ പറയുന്നത് ഇവർ ഈ ഒരു രൂപത്തിൽ ബിദ്അത്തിലേക്ക് കൂപ്പുകുത്തി. ഇപ്പം ഏതുപോലെ നിങ്ങൾ ഫൈസൽ മൗലവിയൊക്കെ എൻ്റെ അടുത്ത് ഷെയർബാർക്ക് ഉണ്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതേ അതിലപ്പുറമാണ്. അപ്പം എന്താ ഉണ്ടാകുക? അയാൾ കദ്ദാബാണ്, മുബ്തദിയാണ്, ഫാസിക്കാണ്. അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രം സ്വീകരിക്കൂല, രേഖ വേണമെന്ന് പറയൂലേ? അതിലും അപ്പുറത്താണ് ഇയാള്. അതവിടെ സംഭവിച്ചത്. കാരണം ഇവരെ കയ്യിൽ ഇതുണ്ട് എന്ന് പറഞ്ഞ് ഒരു സുന്നിയാവാൻ നോക്കുക, ഒരിക്കലും നടക്കൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞു, നിങ്ങൾ തന്നെ നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. കാരണം നിങ്ങൾ കളിച്ചത് സെന്റർ പോയിന്റാണ്. ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറ എത്ര വ്യക്തമായി കാര്യം. അതുകൊണ്ട് ഇ.കെ. ഉസ്താദിന്റെ ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല, ഞങ്ങൾ അതിന് അനുവദിക്കുകയുമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ
ഒരു രോമം പറയാൻ ഇവർക്ക് സാധിക്കില്ല. അതിന് യാതൊന്നും സംഭവിച്ചിട്ടും ഇല്ല. അതിൽ നിന്ന് പുറത്തുപോയി കുറെ 3-4 പുറത്തുപോയി അത് കൂടിയത് കൊണ്ടിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഇത് തുന്നിയാവൂല. ഞങ്ങളാണ് തുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അംഗീകരിക്കുകയില്ല. എത്ര കൃത്യമാണ്. സുന്നിയാണെന്ന് തന്നെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ബിസിനസ്സിന് കൊണ്ടുവരാന്ന് ഉറപ്പല്ലേ? ഹബീബായ തങ്ങൾക്ക് നേലുണ്ട് എന്ന് പറയുന്ന ഓലക്ക് എന്താ ആസാർ? ഇതെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ആ സുന്നി സുന്നത്ത് കഴിക്കാത്ത സുന്നിയാണ് എന്നും EK ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. കേട്ടോളി. എന്നിട്ട് എറണാകുളത്ത് സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? ആ സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവര് തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിക്കില്ലാതെ കാണാം. സുന്നത്ത് കഴിക്കാത്ത സുന്നി. ഇതൊക്കെ നിങ്ങൾ പറയിപ്പിച്ചതാണ്. അപ്പൊ ശാപം ആരുടേത്? അങ്ങക്ക് തട്ടിയത് EK ഉസ്താദിൻ്റെതാണ്. EK ഉസ്താദിനെതിരെ കളിച്ചത് കൊണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ കള്ളത്തരായി പോയി. അത് മാത്രമല്ല, ഞാൻ ഓർക്കാണ് കാന്തപുര ബക്കർ മുസ്ലിയാരോട് പ്രത്യേകം ഞാൻ പറയാണ്, ഇതൊക്കെ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കാലഘട്ടത്തിലെ മശായിഖിന്റെ മുമ്പിൽ വന്നിരുന്നപ്പോൾ സിദുക്കുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഓർമ്മണ്ടോ? സിദുക്ക് പോയി ഇപ്പോൾ മൊത്തം കള്ളത്തരായില്ലേ. മാത്രല്ല, അന്ന് ഒരു വിഷയം ചോദിച്ചപ്പോൾ കള്ളത്തരം മറുപടി പറഞ്ഞൊരു സമയമുണ്ടായി. അന്ന് ഓതി തന്നു, വല്ലാഹു യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. ഓർമ്മയുണ്ടോ? അബൂബക്കർ മുസ്ലിയാരോട് ചോദിച്ചാൽ മതി. ഓർമ്മയില്ലെങ്കിൽ വീഡിയോ നിങ്ങളെ കയ്യിലുണ്ട്, ഇട്ട് കാണിച്ചു തരും. അന്നേത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കള്ളത്തരം എവിടെയും വന്ന് പറയണ്ട, അതൊക്കെ അറിയുന്ന ഹലറത്തുകളാണിത്. അപ്പം മശായിഖിനെ എത്ര മശായിഖന്മാരെ മേല കള്ളത്തരം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് പറയാതിരിക്കൽ എങ്ങനെ? കേരളത്തിൽ ജീവിച്ച തൃപ്പനച്ചി ഉസ്താദിനെ പരിഹസിച്ചില്ലേ? അത്തിപ്പറ്റ ഉസ്താദിനെ കള്ളനാക്കിയില്ലേ? അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദും മൗലാ ഉപ്പാപ്പയും അങ്ങനെ തുടങ്ങി ജീവിച്ചിരിക്കുന്നവരും അടുത്ത കാലം എന്തിന് മടവൂർ ശൈഖുനയല്ലേ സാക്ഷിക്ക് പറ്റൂല എന്ന് പറഞ്ഞ്, ജദുബില്ലാന്ന് പറഞ്ഞു, ജദുബില്ലാന്ന് പറഞ്ഞ് ഈ കള്ളത്തരം മുഴുവൻ മശായിഖിന്റെ പേരിൽ പറഞ്ഞ്, അള്ളാന്റെ റസൂലിന്റെ പേരിൽ പറഞ്ഞ്, ഒരു നിലക്കും സുന്നി ആദർശമില്ലാത്തവര് ഷഹർ മുബാറക്കാണ് എന്ന് പറയുമ്പോൾ അത് സാധാരണഗതിയിൽ ഒരാൾ ഷഹർ മുബാറക്ക് അറിയുമ്പോൾ വിശ്വസിക്കാൻ പോലെ വിശ്വസിക്കാൻ പറ്റുമത്? പറ്റില്ല. ഫാസിക്കാണ് വന്ന് പറഞ്ഞതെങ്കിൽ ഫതബയ്യനു, അതിന്റെ തെളിവ് ഹാജരാക്കണം. തെളിവ് ഹാജരാക്കാത്ത കാലത്തോളം വിശ്വസിക്കേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കില്ല. വിശ്വാസം എങ്ങനെ കിട്ടും? ഒന്നുകിൽ ആ ആളെ വിശ്വസിക്കണം, ഇല്ല പിന്നെ ഈ സംഭവമാണ് അത് തെളിയിക്കണം. അല്ലാത്ത കാലത്ത് ഏടുന്ന് വിശ്വസിക്കാൻ ആളുകൾ? അതുകൊണ്ട് സമൂഹം അതിനെ തള്ളിക്കളയുകയാണ്. ഒരിക്കലും ഇപ്പോൾ പറഞ്ഞ പ്രസ്താവനയോ നേരത്തെ വന്ന പ്രസ്താവനയായിട്ട് സമൂഹത്തിന് യാതൊരു ബന്ധവുമില്ല. ഇത്തരം മുബ്തദിഈങ്ങളെ, ഫാസിഖീങ്ങളെ, കള്ളന്മാരെ അങ്ങനെ തന്നെ നമ്മൾ കണ്ട് മുന്നോട്ട് പോകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് മുഹമ്മദുർ റസൂലുള്ളാഹ്, ത്വാഹ റസൂലുള്ളാഹ്, അവിടുത്തെ ദാത്തു ശരീഫ്, അവിടുത്തെ ആസാറുകൾ, ആ ആസാറുകളോടുള്ള ബഹുമാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തിനോടുള്ള ബഹുമാനം, അത് നമുക്ക് മികച്ചു നിൽക്കണം. അതാണ് അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണ്, ഉപ്പയാണ്. എല്ലാവർക്ക് പോലും ഇടപെടാൻ കഴിയാത്ത രൂപത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ദുനിയാവിലും ആഖിറത്തിലും ഇടപെടുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വാരിസീങ്ങളായ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ ആ ഹബീബിൻ്റെ മൗലിദോദി, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്ത് പ്രത്യേകം നമ്മൾ എഴുന്നേറ്റ് അവിടുത്തെ മദ്ഹ് ചൊല്ലി, പാട്ട് ചൊല്ലി, ശംസുൽ ഉലമ കാണിച്ച മഹത്തായ പാതയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.